Let's start learning English. ഓക്കെ, അങ്ങനെ നമ്മൾ 3rd ക്ലാസ്സിലെത്തി അല്ലേ? ഇതുവരെ നമ്മൾ ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? റൺ, ജംപ്, ഈറ്റ്, ബ്രഷ്, റീഡ്, ഡ്രിങ്ക്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത 4 വാക്കുകൾ നോക്കാം. 4 ആക്ഷൻ വേർഡ്സ്. ഓക്കെ, ആദ്യമേ വാഷ്, കഴുകുക. വാഷ്, വാഷ്, കഴുകുക. ആ ചിത്രം നോക്കൂ, എന്തൊക്കെ കഴുകുന്നുണ്ട്? ഹാൻഡ്സ്, കൈകൾ. ഹാൻഡ്സ്, കൈകൾ കഴുകുന്നുണ്ട്. ഫേസ്, മുഖം കഴുകുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തതാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതും കഴുകുന്നുണ്ട്. പഴങ്ങളും പച്ചക്കറികളും. അപ്പോൾ എന്തും കഴുകുന്നതിനെ നമ്മൾ എന്തു പറയും? വാഷ്, കഴുകുക. വാഷപ്പ് എന്നൊക്കെ കുളിക്കുന്നതിനെയും പറയും. അതായത് കുളിച്ച് ഫ്രഷ് ആവുന്നതിന് നമ്മൾ വാഷപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, എന്തായാലും വാഷ്, കഴുകുക. WASH, വാഷ്. WASH, വാഷ്. WASH, വാഷ്, കഴുകുക. വാഷ്, കഴുകുക. WASH, വാഷ്. WASH, വാഷ്. അത് കഴുകി എന്നാണെങ്കിലോ വാഷ്ഡ്. WASHED. കഴുകപ്പെട്ടു എന്നാണെങ്കിലോ WASHED. സെയിം, വാഷ്ഡ്, വാഷ്ഡ്. അപ്പോൾ V1, V2, V3. വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. ഷിഡ് എന്ന് പറയരുത്, വാഷ്ഡ് എന്നൊന്നും പറയരുത്. വാഷ്ഡ്. കഴുകുക, ബേസ് ഫോം വാഷ്, V1 ഫോം. കഴുകി, പാസ്റ്റ് ഫോം V2 ഫോം, വാഷ്ഡ്, വാഷ്ഡ്. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും എന്ത് തന്നെയാണ്? വാഷ്ഡ് ആണ്. V1, V2, V3. വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. കഴുകുക, കഴുകി. ഇനി നമുക്ക് കഴുകുന്നു, കഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് ഫോമിൽ ING ആഡ് ചെയ്യണം അല്ലേ? വാഷിംഗ്. പലരും വാഷിങ്ങിന് V3 ഫോം എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അല്ല. അതിനി V1, V2, V3, V4, V5 എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ലെസൺ ഞാൻ ആഡ് ചെയ്യാം. അതിൽ കുറച്ചുകൂടെ ഞാൻ ക്ലിയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വാഷിംഗ് V3 ഫോം അല്ല. വാഷ്, കഴുകുക, വാഷ്ഡ്, കഴുകി. വാഷിംഗ് ING ഫോമാണ്. ഓക്കെ, അത് V4 എന്ന് പറയും. ഓക്കെ, V3 അല്ല. എന്തായാലും V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. WASH, വാഷ്. WASHED, വാഷ്ഡ്. WASHING, വാഷിംഗ്. കഴുകുക, കഴുകി, കഴുകുന്നു. ഓക്കെ, ഇനി നമുക്ക് വാഷ് എന്ന ആക്ഷൻ വേർഡ്, പ്രവൃത്തി, നമുക്ക് ഏതിലേക്കിടാം? സെന്റൻസസിലേക്കിടാം അല്ലെ? സെന്റൻസസ്. ഷീ ഈസ് വാഷിംഗ് ഹെർ ഹാൻഡ്സ്. ഷീ ഈസ് വാഷിംഗ് ഹെർ ഹാൻഡ്സ്. അവൾ അവളുടെ കൈകൾ കഴുകുകയാണ്, കഴുകുന്നു. ഷീ ഈസ് വാഷിംഗ് ഹെർ ഹാൻഡ്സ്. ഹെർ അവളുടെ, ഹാൻഡ്സ് കൈകൾ. ഷീ ഈസ് വാഷിംഗ് ഹെർ ഹാൻഡ്സ്. അവൾ അവളുടെ കൈകൾ കഴുകുന്നു, കഴുകുകയാണ്. ഹി ഈസ് വാഷിംഗ് ഹിസ് ഫേസ്. അവൻ അവന്റെ മുഖം കഴുകുന്നു. അവൻ അവന്റെ മുഖം കഴുകുകയാണ്. ഹി ഈസ് വാഷിംഗ് ഹിസ് ഫേസ്. ഹിസ് അവന്റെ, ഫേസ് മുഖം. ഹിസ് ഫേസ് അവന്റെ മുഖം. ഹി ഈസ് വാഷിംഗ് അവൻ കഴുകുകയാണ്, അവൻ കഴുകുന്നു. ഹി ഈസ് വാഷിംഗ് ഹിസ് ഫേസ്. അവൻ അവന്റെ മുഖം കഴുകുന്നു, അവൻ അവന്റെ മുഖം കഴുകുകയാണ്. ഹി ഈസ് വാഷിംഗ് ഹിസ് ഫേസ്. നെക്സ്റ്റ്, I am washing my clothes. I am washing my clothes.
ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ കഴുകുകയാണ്. മൈ ക്ലോത്ത്സ്, എൻ്റെ വസ്ത്രങ്ങൾ. ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ. മൈ, എൻ്റെ. ഐ ആം വാഷിംഗ് മൈ ക്ലോത്ത്സ്, എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ കഴുകുകയാണ്. ഓക്കെ. ഷീ ഈസ് വാഷിംഗ് ഹർ ഹാൻഡ്സ്. ഹീ ഈസ് വാഷിംഗ് ഹിസ് ഫേസ്. I am washing my clothes. She is washing her hands. He is washing his face. I am washing my clothes. She is washing her hands. He is washing his face. I am washing my clothes. അടുത്തത് we should wash vegetables before cooking. We should wash vegetables before cooking. പാചകം ചെയ്യുന്നതിനു മുൻപ് പച്ചക്കറികൾ നമ്മൾ കഴുകണം. We should wash, നമ്മൾ കഴുകണം. We should wash, നമ്മൾ കഴുകണം. Vegetables, പച്ചക്കറികൾ. Before cooking, കുക്കിങ്ങിനു മുൻപ്, പാചകം ചെയ്യുന്നതിനു മുൻപ്. Before cooking, കുക്കിങ്ങിനു മുൻപ് നമ്മൾ പച്ചക്കറികൾ കഴുകണം. We should wash vegetables before cooking. Next, അടുത്തത് he washed fruits in salt water. He washed fruits in salt water. അവൻ പഴങ്ങളെ ഉപ്പുവെള്ളത്തിൽ കഴുകി. വാഷ്ഡ്, കഴുകി. സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം. ഉപ്പ് കലർത്തിയ വെള്ളമാണ്, അല്ലെങ്കിൽ ഉപ്പ് കലർന്ന വെള്ളമാണ് സോൾട്ട് വാട്ടർ. അപ്പോൾ വാട്ടറിനെ നമ്മൾ, അല്ലെങ്കിൽ വെള്ളത്തെ നമ്മൾ വിശേഷിപ്പിക്കാനാണ് നമ്മൾ സോൾട്ട് വാട്ടർ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ വെള്ളം എന്നുള്ളതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു എന്താണ്? ഉപ്പ് കലർന്ന വെള്ളം, സോൾട്ട് വാട്ടർ. ഹി വാഷ്ഡ് ഫ്രൂട്ട്സ് ഇൻ സോൾട്ട് വാട്ടർ. അവൻ പഴങ്ങളെ ഉപ്പുവെള്ളം കൊണ്ട് കഴുകി, അല്ലെങ്കിൽ അവൻ പഴങ്ങളെ ഉപ്പുവെള്ളത്തിൽ കഴുകി. ഓക്കെ. നെക്സ്റ്റ്, അടുത്തത് വാഷ് യുവർ ഫീറ്റ് ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം. വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം. ആഫ്റ്റർ, ശേഷം. ബിഫോർ, മുൻപ്. ആഫ്റ്റർ, ശേഷം. ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം, വീട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം വാഷ് യുവർ ഫീറ്റ്, നിങ്ങളുടെ കാലുകൾ കഴുകണം, കഴുകുക. വീട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം നിങ്ങളുടെ പാദങ്ങൾ, കാല് എന്ന് പറയുന്നതിനേക്കാളും ഫീറ്റ് എന്ന് പറയുമ്പോൾ പാദങ്ങൾ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. പക്ഷെ നമ്മൾ പൊതുവെ കാല് കഴുകുക എന്നുള്ളത് പറയുന്ന ഒരു പ്രയോഗമേ ഉള്ളൂ. ശരിക്കും ഫീറ്റ്, പാദങ്ങൾ. ഫുട്ട്, പാദം. അതേതാണ്? നമ്മുടെ കാലിൻ്റെ ഞെരിയാണിക്ക് താഴെയുള്ള ഭാഗം, അതാണ് ശരിക്കും നമ്മുടെ ഫുട്ട്, പാദം. ഫുട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാൽപാദം. ഫീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. ഞാൻ രണ്ടെണ്ണം എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ മനുഷ്യർക്ക് രണ്ട് പാദങ്ങളേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ. 2 feet, 1 foot. ഓക്കെ. വാഷ് യുവർ ഫീറ്റ് ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം. വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം പാദങ്ങൾ, നിങ്ങളുടെ പാദങ്ങൾ, വെറും പാദങ്ങളല്ല, യുവർ ഫീറ്റ്, നിങ്ങളുടെ പാദങ്ങൾ കഴുകുക, അല്ലെങ്കിൽ കഴുകണം. അതൊരു ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പോലെ. ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്നതിനേക്കാളും ഇൻസ്ട്രക്ഷൻ അഥവാ നിർദ്ദേശം. ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് വാക്ക്, നിർദ്ദേശം മലയാളം വാക്ക്. ഓക്കെ. വാഷ് യുവർ ഫീറ്റ് ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം. വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം പാദങ്ങൾ, നിങ്ങളുടെ പാദങ്ങൾ, യുവർ ഫീറ്റ്, നിങ്ങളുടെ പാദങ്ങൾ കഴുകുക. ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം, വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം വാഷ് യുവർ ഫീറ്റ്, നിങ്ങളുടെ പാദങ്ങൾ കഴുകുക, നിങ്ങളുടെ പാദങ്ങൾ കഴുകണം. വാഷ് യുവർ ഫീറ്റ് ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം. വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം നിങ്ങളുടെ പാദങ്ങൾ കഴുകണം. വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം നിങ്ങളുടെ പാദങ്ങൾ കഴുകുക. We should wash vegetables before cooking. He washed fruits in salt water. Wash your feet after returning home. We should wash vegetables before cooking.
He washed fruits in salt water. Wash your feet after returning home. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. ഇരിക്കുക. ആ ചിത്രം നോക്കൂ, ഇരിക്കുകയാണല്ലേ. അതില് ലെഫ്റ്റ് സൈഡുള്ള ആള് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, എന്തോ കഴിക്കുകയാണല്ലേ. ഒരു പ്ലേറ്റ് ഉണ്ട് അവിടെ, ഒരു സ്പൂൺ ഉണ്ട്, ഒരു ഗ്ലാസ്സിനകത്ത് എന്തോ കുടിക്കാനുണ്ട്. ഓക്കെ, എന്നിട്ട് ആള് ഭക്ഷണം കഴിക്കുകയാണ്. അതിനെന്താ പറയാ? ഈറ്റ് അല്ലേ. ഷീ ഈസ് ഈറ്റിംഗ്. അവൾ തിന്നുകയാണ് അല്ലേ. എങ്ങനെയാ തിന്നുന്ന? ഇരുന്നുകൊണ്ട് തിന്നുകയാണ്. അപ്പൊ ഇരിക്കുക. സിറ്റ്. സിറ്റ്. SIT. സിറ്റ്. സിറ്റ്. ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോം. സിറ്റ്. ഇരിക്കുക. സിറ്റ്. ഇരിക്കുക. SIT. സിറ്റ്. 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 ഓക്കെ, ഇനി നമുക്ക് സിറ്റിന്റെ V1, V2, V3 പഠിക്കാം. സിറ്റ്, സാറ്റ്, സാറ്റ്. SIT സിറ്റ്, SAT സാറ്റ്, SAT സാറ്റ്. സിറ്റ്, സാറ്റ്, സാറ്റ്. V1, V2, V3. ബേസ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ, ഇരുന്നു എന്ന് പറയാൻ നമ്മൾ എന്തുപയോഗിക്കും? SAT സാറ്റ്. SAT സാറ്റ്. സിറ്റ്, സാറ്റ്, സാറ്റ്. സിറ്റ് ഇരിക്കുക, സാറ്റ് ഇരുന്നു, സിറ്റിംഗ് ഇരിക്കുന്നു. സിറ്റ്, സാറ്റ്, സിറ്റിംഗ്. സിറ്റിംഗ് ഒരിക്കലും V3 ഫോം അല്ല. ഓക്കെ, സിറ്റ്, സാറ്റ്, സിറ്റിംഗ്. സിറ്റ്, സാറ്റ്, സിറ്റിംഗ്. സിറ്റ് ഇരിക്കുക, സാറ്റ് ഇരുന്നു, സിറ്റിംഗ് ഇരിക്കുന്നു. ഓക്കെ, സിറ്റ്, സാറ്റ്, സിറ്റിംഗ്. ഓക്കെ, ഇനി നമുക്ക് സിറ്റിനെ കൊണ്ടുപോയി സെന്റൻസസിലിടാം അല്ലെ. സെന്റൻസസ്. പ്ലീസ് സിറ്റ് ഡൗൺ. ദയവായി ഇരിക്കൂ. പലരും തെറ്റ് അർത്ഥം വെക്കുന്ന ഒരു സെന്റൻസ് ആണ് പ്ലീസ് സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ ഇരിക്കുന്നൊന്നുമല്ല അർത്ഥം. നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഇരിക്കണമെങ്കിൽ എന്തായാലും നമ്മൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനേക്കാളും കുറച്ച് താഴ്ന്നിട്ടാണല്ലോ ഇരിക്കുക. അതാണ് സിറ്റ് ഡൗൺ എന്നുള്ള പ്രയോഗത്തിന്റെ പിന്നിലുള്ള ആ ഒരു ഭാവം എന്ന് പറയുന്നത്. അല്ലാതെ നിലത്തിരിക്കുന്നല്ല. ഓക്കെ, ഇപ്പൊ നിലത്തിരിക്കണമെങ്കിൽ പ്ലീസ് സിറ്റ് ഡൗൺ ഓൺ ദ മാറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നിലത്ത് പായ വിരിച്ചിട്ടുണ്ട് അതിലേക്ക് ഇരിക്കൂ എന്ന് പറയാം. അല്ലാതെ സിറ്റ് ഡൗൺ എന്നുള്ളത് ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് സിറ്റ് ഡൗൺ. അടുത്തത് ദ ഡോഗ് സിറ്റ്സ് ഓൺ ദ മാറ്റ്. ഈ സിറ്റ്സ് എന്ന് പറയുന്നത് ഒരു നിർദ്ദേശവും കാര്യമൊന്നുമല്ല. ഒരു നായ ദ എന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു പെർട്ടിക്കുലർ നായയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു നായയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ നായയുടെ ഒരു ശീലമാണ് പറയുന്നത്. എന്താണ്? പായയിൽ ഇരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുൻപത്തെ ക്ലാസ്സിലും പറഞ്ഞു. എന്താണ്? ശീലങ്ങൾ, വസ്തുതകൾ, ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യുക. അതിൽ ചെയ്യുന്നത് IU അല്ലാത്ത സിംഗുലർ ആയിട്ടുള്ള ഒരാൾ, അതായത് ഒറ്റ ഒരാളാണ്. അത് IU അല്ല, അതായത് ഞാനല്ല, യു അല്ല, നിങ്ങളുമല്ല. ഓക്കെ, I അല്ല, യു അല്ല, ഇത് രണ്ടും അല്ലാത്ത ഒറ്റ ഒരാൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു, അതിന് പേഴ്സൺ എന്നാ പറയാം. അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പറയും. ഓക്കെ, അതിൽ ഹി, ഷീ, അവൻ, അവൾ, അത്, പിന്നെ എന്താണ്, പിന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നെയിം. ഇപ്പൊ ഇവിടെ എന്താണ്? ഡോഗ്. ഓക്കെ, അപ്പോ ആ നായ ചെയ്യുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെയാണ് ഇവിടെ പറയുന്നത്. നായ പായയിൽ ഇരിക്കും അല്ലെങ്കിൽ ഇരിക്കുന്നു. ഓക്കെ, അങ്ങനെ അർത്ഥം വെക്കുവാണെങ്കിൽ, പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് അല്ല, അതായത് ING ഫോം അല്ല ഈ ഇരിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഉദ്ദേശിച്ചത് നായയുടെ ശീലം അതാണ്. നായ പൊതുവെ ആ മാറ്റിലാണ് ഇരിക്കാറ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഡോഗ് സിറ്റ്സ് ഓൺ ദ മാറ്റ്. നായ പായയിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും, അല്ലെങ്കിൽ നായ പായയിലാണ് ഇരിക്കാറ് എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാം. എന്തായാലും അത് ഉദ്ദേശിക്കുന്നത് നായയുടെ ശീലമാണ്. ഓക്കെ, സിറ്റ് ക്വയറ്റ്ലി. മിണ്ടാതെ ഇരിക്കൂ. നമ്മൾ അധിക പേരും സ്കൂളുകളിൽ, ക്ലാസ്സുകളിൽ കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആജ്ഞ പോലെ ടീച്ചേഴ്സ് പറയുന്നതാണ്. സിറ്റ് ക്വയറ്റ്ലി, മിണ്ടാതെ ഇരിക്കൂ എന്ന് പറയുന്നു. മിണ്ടാതെ ഇരിക്കൂ, സിറ്റ് ക്വയറ്റ്ലി. നെക്സ്റ്റ്, ഡോണ്ട് സിറ്റ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഇരിക്കരുത്. ഡോണ്ട് സിറ്റ്, ഇരിക്കരുത്. ഓക്കെ, ഡോണ്ട് സിറ്റ് ഓൺ ദ ടേബിൾ.
മേശപ്പുറത്ത് ഇരിക്കരുത്, മേശയുടെ മേലെ ഇരിക്കരുത്. ഓൺ ദ ടേബിൾ. പ്ലീസ് സിറ്റ് ഡൗൺ. ദ ഡോഗ് സിറ്റ്സ് ഓൺ ദ മാറ്റ്. സിറ്റ് ക്വയറ്റ്ലി. ഡോണ്ട് സിറ്റ് ഓൺ ദ ടേബിൾ. അടുത്തത് നോക്കാം. The baby is sitting in the high chair. The baby is sitting in the high chair. കുഞ്ഞ് ഉയരമുള്ള കസേരയിൽ ഇരിക്കുകയാണ്. The baby is sitting in the high chair. കുഞ്ഞ് ഉയർന്ന കസേരയിൽ ഇരിക്കുന്നു. ഓക്കെ, അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയുവാണ്. സിറ്റിംഗ്, SITTING, ING form of the verb sit. The dog sat by the door. പട്ടി വാതിൽക്കൽ ഇരിക്കുന്നു. ഇവിടെ ദ എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ദ എന്ന് നമ്മൾ ഉപയോഗിക്കുക ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ, ഒരു ഉറപ്പായിട്ട് നമുക്ക് ഒന്നിലേക്ക് ചൂണ്ടുമ്പോഴാണ് നമ്മൾ ദ പറയുക. എ മാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പുരുഷനുമാകാം. ദ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു പുരുഷനെ കുറിച്ച് മെൻഷൻ ചെയ്ത് പറയുന്നു. ഓക്കെ, ദ ഡോഗ് സാറ്റ് ബൈ ദ ഡോർ. നായ വാതിൽക്കൽ ഇരിക്കുന്നു. വി സാറ്റ് ഡൗൺ ഫോർ ലഞ്ച്. നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇരുന്നു. ഇവിടെയും തന്നെ സാറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ നിലത്തിരുന്നു എന്നല്ല, സാറ്റ് ഡൗൺ ഇരുന്നു. ഓക്കെ, വി സാറ്റ് ഡൗൺ ഫോർ ലഞ്ച്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. ഇവിടെ ലഞ്ചാണ് ഭക്ഷണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ആണെങ്കിലാണ് ഭക്ഷണം. ലഞ്ച് എന്ന് പറയുമ്പോൾ ഉച്ചഭക്ഷണം കേട്ടോ. ഭക്ഷണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഉച്ചഭക്ഷണം. വി സാറ്റ് ഡൗൺ ഫോർ ലഞ്ച്. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനിരുന്നു. നമ്മൾ വി സാറ്റ് ഡൗൺ ഫോർ ലഞ്ച്. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ ഇരുന്നു. ദേ സാറ്റ് ഓൺ ദ ബസ്. അവർ ബസ്സിലിരുന്നു. ഇവിടെ സാറ്റ് എന്ന് പറയുന്നിടത്തൊക്കെ എന്താണ്? V2 ഫോം ആണ്, പാസ്റ്റ് ആണ്. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 ഫോം. സാറ്റ് വരണമെങ്കിൽ എന്ത് വേണം? ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ വേണം. ഓക്കെ, ദ ബേബി ഇസ് സിറ്റിംഗ് ഇൻ ദ ഹൈ ചെയർ. The dog sat by the door. We sat down for lunch. They sat on the bus. The baby is sitting in the high chair. The dog sat by the door. The dog sat by the door. We sat down for lunch. They sat on the bus. ഇനി അടുത്ത ആക്ഷൻ വേർഡ് നോക്കാം. നടക്കുക. വാക്ക്, 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 വാക്ക്. നമ്മൾ പലപ്പോഴും ഈ വാക്കും വേറൊരു വോക്കും ആയിട്ട് കൺഫ്യൂഷൻ ആവാറുണ്ട്. ആ വോക്ക് ഉറങ്ങി എഴുന്നേറ്റു എന്ന് പറയുന്ന വെയ്ക്കിൻ്റെ വോക്കാണ്. അതാണ് വോക്ക്. ഇത് വാക്ക്, 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 വാക്ക്. ഓക്കെ, വാക്ക് നടക്കുക. വോക്കല്ല, വാക്ക്. വാക്ക് നടക്കുക. WALK. അവിടെ ഒരു L കിടപ്പുണ്ട്, എന്നാലും അതിന് നമ്മൾ കെയർ ചെയ്യേണ്ട. ഇവിടെ അത് നിശബ്ദമാണ്, സൈലന്റ് ആണ്, നിശബ്ദമാണ്. വാക്ക്, WALK, വാക്ക്, 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 വാക്ക്. ഓക്കെ, വാക്ക് നടക്കുക. L സൈലന്റ് ആണ്. ബേസ് ഫോം വാക്ക്, നടക്കുക. നടന്നു എന്നാണെങ്കിലോ വാക്ഡ്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ V3 ഫോം എന്ത് തന്നെയാണ്? വാക്ഡ് തന്നെയാണ്. വാക്ക്, വാക്ഡ്, വാക്ഡ്, വാക്ക്, വാക്ഡ്, വാക്ഡ്. വാക്ക് നടക്കുക, അതാണ് ബേസ് ഫോം. V1 ഫോം. വാക്ഡ് V2 ഫോം. വാക്ഡ് V3 ഫോം. V3 ഫോമും വാക്ഡ് തന്നെയാണ്. വാക്ക്, വാക്ഡ്, വാക്ഡ്. V1, V2, V3. ഓക്കെ, വാക്ക് നടക്കുക. ഇനി നടക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ പറയുക എങ്ങനെയായിരിക്കും? ING ആഡ് ചെയ്യണം അല്ലേ? WALK, അതിൽ L സൈലന്റ് ആണ്. WALK, വാക്ക് നടക്കുക. WALKED, വാക്ഡ് നടന്നു. WALKING, വാക്കിംഗ് നടക്കുന്നു.
വാക്കിംഗ് നടക്കുന്നു. നിങ്ങൾ ആ ചിത്രം നോക്കുന്നുണ്ടല്ലോ അല്ലേ? അത് ചിത്രമല്ല, ഒരു ചെറിയൊരു അനിമേറ്റഡ് ഗ്രാഫിക്കാണ്. ഓക്കെ, ഇറ്റ് ഷോസ് എ പേഴ്സൺ വാക്കിംഗ്. അത് കാണിക്കുന്നത് ഒരു വ്യക്തി നടക്കുന്നതാണ്. വാക്ക്, വാക്ക്ഡ്, വാക്കിംഗ്. വാക്ക് നടക്കുക, വാക്ക്ഡ് നടന്നു, വാക്കിംഗ് നടക്കുന്നു. ഓക്കെ ഓക്കെ നമുക്ക് സെന്റൻസസിലോട്ട് പോകാം അല്ലേ? ഹി ലവ്സ് ടു വാക്ക്. അവന് നടക്കാൻ ഇഷ്ടമാണ്. ഇവിടെ എന്താണ്? ആളുടെ ഒരു ശീലം, ഹാബിറ്റ് ഒക്കെ പറയാണ്, ഒരു താല്പര്യം, ഇഷ്ടം പറയാണ്. ഹി ലവ്സ് ടു വാക്ക്. അവന് നടക്കാൻ ഇഷ്ടമാണ്. ഹി ലവ്സ് ടു വാക്ക്. ഹി ലവ്സ് ടു വാക്ക്. അവന് നടക്കാൻ ഇഷ്ടമാണ്. ഐ ആം വാക്കിംഗ് ഹോം. ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. എന്നോട് ആരോ ചോദിക്കുകയാണ് ഫോണിൽ, എനിക്ക് ഫോൺ വന്നു കേട്ടോ. അപ്പം ഞാൻ ഫോണിലൂടെ പറയാണ്, എവിടെ പോകുന്നു? ഐ ആം വാക്കിംഗ് ഹോം. ഞാൻ വീട്ടിലേക്ക് നടന്നു പോകുന്നു. ഞാൻ വീട്ടിലേക്ക് നടക്കുന്നു, നടക്കുകയാണ്. ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. ഐ ആം വാക്കിംഗ് ഹോം. ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. ഐ ആം വാക്കിംഗ് ഹോം. ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. ഐ ആം വാക്കിംഗ് ഹോം. ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. ഹി ലവ്സ് ടു വാക്ക്. അവന് നടക്കാൻ ഇഷ്ടമാണ്. ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണെന്ന് എങ്ങനെ പറയും? ഐ ആം വാക്കിംഗ് ഹോം. അവൾ നടക്കുകയാണ്. ഷീ ഈസ് വാക്കിംഗ്. ഷീ ഈസ് വാക്കിംഗ്. ഷീ ഈസ് വാക്കിംഗ്. അവൾ നടക്കുകയാണ്. ഷീ ഈസ് വാക്കിംഗ്. അവൾ നടക്കുകയാണ്. ഇനി അവൻ നടക്കുകയാണെന്നെങ്കിലോ? ഹി ഈസ് വാക്കിംഗ്. ഹി ഈസ് വാക്കിംഗ്. ഞാൻ നടക്കുകയാണ്. ഐ ആം വാക്കിംഗ്. ഓക്കെ, ഹി ലവ്സ് ടു വാക്ക്. I am walking home. She is walking. He loves to walk. He loves to walk. He loves to walk. അവന് നടക്കാൻ ഇഷ്ടമാണ്. I am walking home. I am walking home. I am walking home. ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. She is walking. She is walking. അവൾ നടക്കുകയാണ്. She is walking. Okay, ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് സെന്റൻസസ് നോക്കാം. Let's walk to the park. നമുക്ക് പാർക്കിലേക്ക് നടക്കാം. Let's walk to the park. Let's walk to the park. Let's walk to the park. I walked to the store yesterday. I walked to the store yesterday. I walked to the store yesterday. ഞാൻ ഇന്നലെ സ്റ്റോറിലേക്ക്, കടയിലേക്ക് നടന്നു. Walked. നടന്നു. Walked. നടന്നു. I walked to the store yesterday. ഇന്നലെ കടയിലേക്ക് ഞാൻ നടന്നു. The cat walked on the roof. The cat walked on the roof. പൂച്ച മേൽക്കൂരയിലെ നടന്നു. മേൽക്കൂരയിലൂടെ, അതായത് മേൽക്കൂരയുടെ മേൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മേൽക്കൂരയുടെ മേൽ നടന്നു എന്ന് പറയുന്നത് മേൽക്കൂരയിൽ നടന്നു എന്ന് പറയും. ഓക്കെ, പൂച്ച മേൽക്കൂരയിൽ നടന്നു. The cat walked on the roof. The cat walked on the roof. പൂച്ച മേൽക്കൂരയിൽ നടന്നു. ആ മേൽക്കൂരയിൽ എന്ന് പറഞ്ഞാൽ മേൽക്കൂരേൻ്റെ ഉള്ളിൽ എന്നുള്ളതല്ല, മേൽക്കൂരയുടെ മേലെ നടന്നു. അതിനെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പൂച്ച മേൽക്കൂരയിൽ നടന്നു. ശരിക്കും അതെന്താണ്? റൂഫിന്റെ മുകളിലൂടെ നടന്നതാണ്. ഓക്കെ, the cat walked on the roof. Let's walk to the park. I walked to the store yesterday. The cat walked on the roof. Let's walk to the park. I walked to the store yesterday. The cat walked on the roof. Let's walk to the park. Let's walk to the park. Let's walk to the park. I walked to the store yesterday. I walked to the store yesterday. I walked to the store yesterday. The cat walked on the roof. The cat walked on the roof. The cat walked on the roof.
ഓക്കെ, ഇനി അടുത്ത ആക്ഷൻ വേർഡ്. ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വാക്കാണ് അല്ലേ? കളിക്കുക. പ്ലേ, പ്ലേ, പ്ലേ. PLAY, പ്ലേ, പ്ലേ, പ്ലേ. കളിക്കുക, പ്ലേ. ഓക്കെ, നമ്മൾ കളിച്ചു എന്ന് പറയുവാണെങ്കിലോ പ്ലേഡ്, പ്ലേഡ്. PLAY, പ്ലേ, PLAYED, പ്ലേഡ്. V1, V2, V3 പറയുമ്പോൾ പ്ലേ, പ്ലേഡ്, പ്ലേഡ്. കളിക്കുക, കളിച്ചു, കളിക്കപ്പെട്ടു. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. കളിക്കുക, കളിച്ചു, കളിക്കപ്പെട്ടു. V1, V2, V3. ഒരിക്കലും പ്ലേയിങ് V3 ഫോം അല്ല. V3 ഫോം എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആണ്. അത് പ്ലേഡ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ഇതിൽ പ്ലേ എന്നുള്ള വാക്കിന്റെ V2ഉം V3യും സെയിം വേർഡ്സ് തന്നെയാണ്. അർത്ഥം വ്യത്യാസമായിട്ട് നമ്മൾ പരിഗണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, പ്ലേ, പ്ലേഡ്, പ്ലേഡ്. കളിക്കുക, പ്ലേ. കളിച്ചു, പ്ലേഡ്. കളിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പ്ലേയിങ്, പ്ലേയിങ്, പ്ലേയിങ്. പ്ലേയിങ് അല്ല, പ്ലേയിങ് എന്ന് പറയരുത്. പ്ലേ, പ്ലേഡ്, പ്ലേയിങ്. ഓക്കെ, പ്ലേ എന്ന് പറഞ്ഞിട്ട് വേണം INGയുടെ ഇങ് പറയാൻ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കയറ്റിറക്കം വരും. പ്ലേയിങ്. ഓക്കെ, പ്ലേ, പ്ലേഡ്, പ്ലേയിങ്. ഓക്കെ, പ്ലേ, പ്ലേഡ്, പ്ലേയിങ്. കളിക്കുക, കളിച്ചു, കളിക്കുന്നു. കളിക്കുക, പ്ലേ. കളിച്ചു, പ്ലേഡ്. കളിക്കുന്നു, പ്ലേയിങ്. ഓക്കെ, പ്ലേ, പ്ലേഡ്, പ്ലേയിങ്. PLAY, പ്ലേ, PLAYED, പ്ലേഡ്, PLAYING, പ്ലേയിങ്. കളിച്ചുകൊണ്ടിരിക്കുന്നു, കളിക്കുന്നു, പ്ലേയിങ്. പ്ലേ, പ്ലേഡ്, പ്ലേയിങ്. ഓക്കെ, ഇനി നമുക്ക് സെന്റൻസസിലോട്ട് പോകാം. ഹി ഈസ് പ്ലേയിങ് ടെന്നീസ്. ഹി ഈസ് പ്ലേയിങ് ടെന്നീസ്. ഷീ പ്ലേസ് ഫുട്ബോൾ. ഷീ പ്ലേസ് ഫുട്ബോൾ. We played cricket yesterday. We played cricket yesterday. We played cricket yesterday. Children are playing. Children are playing. He is playing tennis. He is playing tennis. അവൻ ടെന്നീസ് കളിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവൻ കളിച്ചുകൊണ്ടുണ്ട്. ഇപ്പോൾ അവൻ എവിടെ പോയി? അവൻ ടെന്നീസ് കളിക്കുന്നു. അവനെ കാണുന്നില്ലല്ലോ, അവൻ ടെന്നീസ് കളിക്കുകയാണ്. ഓക്കെ, അവൻ ടെന്നീസ് കളിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്തത് ഷീ പ്ലേസ് ഫുട്ബോൾ. അവൾ ഫുട്ബോൾ കളിക്കുന്ന ആളാണെന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഷീ ഈസ് എ ഫുട്ബോളർ. മനസ്സിലായോ? ഷീ പ്ലേസ് ഫുട്ബോൾ. അവൾ ഫുട്ബോൾ കളിക്കും. അവൾ ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറയുന്ന, അതായത് അവൾ കളിക്കുന്ന ആളാണ് എന്നുള്ള അർത്ഥമാണ്. ഷീ പ്ലേസ് ഫുട്ബോൾ. അവൾ ഫുട്ബോൾ കളിക്കും, അല്ലെങ്കിൽ അവൾ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അവൾ ഫുട്ബോൾ കളിക്കുന്നു എന്നൊക്കെ അർത്ഥം. നമ്മൾ മലയാളത്തിൽ ഓരോ രീതിയിലാണ് നമ്മൾ ഒന്നിൻ്റെ അർത്ഥം കാണുക. ഇവിടെ സെന്റൻസ് എങ്ങനെ വരുന്നതാണെങ്കിലും, മലയാളത്തിൽ നമ്മൾ വിവക്ഷ ഓരോരുത്തരുടെ ഭാഷയിൽ എങ്ങനെ പറയുന്നതാണെങ്കിലും, ഷീ പ്ലേസ് ഫുട്ബോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൾ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഷീ നോസ് ഫുട്ബോൾ. ഷീ പ്ലേസ് ഫുട്ബോൾ. അവൾ ഒരു ഫുട്ബോളറാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ അറിയുന്ന ആളാണ്. ഷീ പ്ലേസ് ഫുട്ബോൾ. അവൾ ഫുട്ബോൾ കളിക്കും. വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. പ്ലേഡ്, കളിച്ചു. വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ ഇന്നലെ. വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. ചിൽഡ്രൻ ആർ പ്ലേയിങ്. ചിൽഡ്രൻ ആർ പ്ലേയിങ്. കുട്ടികൾ കളിക്കുകയാണ്. കുട്ടികൾ കളിക്കുകയാണ്. ഹി ഈസ് പ്ലേയിങ് ടെന്നീസ്. ഷീ പ്ലേസ് ഫുട്ബോൾ. വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ചിൽഡ്രൻ ആർ പ്ലേയിങ്. നമുക്ക് ഒരു 2 തവണ കൂടി വായിക്കാം. ഹി ഈസ് പ്ലേയിങ് ടെന്നീസ്. He is playing tennis. She plays football.
She plays football. We played cricket yesterday. Yesterday. We played cricket yesterday. Children are playing. Children are playing. She played with her sister. അവൾ അവളുടെ സഹോദരിയോടൊത്ത് അല്ലെങ്കിൽ അവൾ അവളുടെ സഹോദരിയോടൊപ്പം കളിച്ചു. പ്ലേഡ് കളിച്ചു. ഷീ പ്ലേഡ് അവൾ കളിച്ചു. ഷീ പ്ലേഡ് വിത്ത് ഹർ സിസ്റ്റർ അവൾ അവളുടെ സഹോദരിയോടൊപ്പം കളിച്ചു. ഷീ പ്ലേഡ് വിത്ത് ഹർ സിസ്റ്റർ. ഷീ പ്ലേഡ് വിത്ത് ഹർ സിസ്റ്റർ. ഷീ പ്ലേഡ് വിത്ത് ഹർ സിസ്റ്റർ. ഷീ പ്ലേഡ് വിത്ത് ഹർ സിസ്റ്റർ അവൾ അവളുടെ സഹോദരിയോടൊപ്പം കളിച്ചു. We played in the park. We played in the park. We played in the park. നമ്മൾ പാർക്കിൽ കളിച്ചു. We played in the park. I was playing with crayons. ഞാൻ crayons വെച്ച് കളിക്കുകയായിരുന്നു. Was playing കളിക്കുകയായിരുന്നു. അപ്പോൾ കളിക്കുന്നു എന്നല്ല, കളിക്കുകയായിരുന്നു. അതിപ്പോൾ ഇന്നലെയോ ഒക്കെ എന്തായിരുന്നു ചെയ്തത്? ഞാൻ അതിലേ പോകുമ്പോൾ നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ കളിക്കുകയായിരുന്നു. ഐ വാസ് പ്ലേയിങ് വിത്ത് ക്രയോൺസ്. ഞാൻ ക്രയോൺസ് വച്ച് കളിക്കുകയായിരുന്നു. ഇവിടെ നോക്കിയേ, പ്ലേഡ് വിത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഒപ്പം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? സിസ്റ്റർ ജീവനുള്ളതാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ കളിക്കുന്നു. നേരെ മറിച്ച് ജീവനില്ലാത്തൊരു വസ്തു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും റെസ്പോൺസ് അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും അത് നമ്മളോടൊപ്പം കളിക്കുന്നതല്ല, നമ്മൾ അതിനെ വെച്ച് കളിക്കുകയാണ്. നേരെ മറിച്ച് ജീവനുള്ളതാണെങ്കിൽ അതിനോടൊപ്പം നമ്മൾ കളിക്കുന്നു. അതാണ് വിത്ത് ഹേർ സിസ്റ്റർ. വിത്ത് ഹേർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒപ്പം എന്നും വിത്ത് ക്രയോൺസ് എന്ന് പറയുമ്പോൾ വച്ചെന്നും പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഐ വാസ് പ്ലേയിങ് വിത്ത് ക്രയോൺസ്. അപ്പൊ നമുക്ക് സെന്റൻസസ് 1-2 തവണ കൂടി വായിക്കാം. ഷീ പ്ലേഡ് വിത്ത് ഹെർ സിസ്റ്റർ. ഷീ പ്ലേഡ് വിത്ത് ഹെർ സിസ്റ്റർ. We played in the park. We played in the park. I was playing with crayons. I was playing with crayons. She played with her sister. We played in the park. I was playing with crayons. She played with her sister. We played in the park. I was playing with crayons. Okay. We learned. നമ്മൾ പഠിച്ചു. 10 action words. 10 പ്രവൃത്തിവാക്കുകൾ, ക്രിയകൾ. ഓക്കെ, എന്തൊക്കെയായിരുന്നു? റൺ, ജംപ്, ഈറ്റ്, ബ്രഷ്, റീഡ്, ഡ്രിങ്ക്, വാഷ്, പ്ലേ, സിറ്റ്, വാക്ക്. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക. ജംപ് ചാടുക, സിറ്റ് ഇരിക്കുക, റൺ ഓടുക, ഡ്രിങ്ക് കുടിക്കുക, ഈറ്റ് കഴിക്കുക അഥവാ തിന്നുക, ബ്രഷ് പല്ല് തേക്കുക, വാക്ക് നടക്കുക, റീഡ് വായിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക. ഇനി ഈ വാക്കുകളൊക്കെ ആരെങ്കിലും പെട്ടെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഉത്തരം പറയണം. കുടിച്ചു എന്താണ്? ഡ്രാങ്ക്. വായിച്ചു റെഡ്. ഇരുന്നു സാറ്റ്. ഇരിക്കുന്നു സിറ്റിംഗ്. ചാടി ജംപ്ഡ്. തിന്നു എയ്റ്റ്. പല്ലു തേച്ചു ബ്രഷ്ഡ്. പല്ല് തേക്കുക ബ്രഷ്. അങ്ങനെ നമ്മൾ ഈ 10 വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കും നമുക്ക് കിട്ടണം. ചാടുക ജംപ്. പ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താ? കളിച്ചു എന്നപ്പോഴേ പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചു? 10 ആക്ഷൻ വേർഡ്സ് പഠിച്ചു. പക്ഷെ ശരിക്കും നമ്മൾ 10 വാക്കുകൾ മാത്രമാണോ പഠിച്ചത്? അല്ല, നമ്മൾ ഈ 10 വാക്കുകളുടെയും
V1, V2, V3, ING, ES ഫോം ഒക്കെ പഠിച്ചു അല്ലേ? നമ്മൾ അതൊക്കെ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്കുകൾ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതും പഠിച്ചു. നമ്മളിപ്പോൾ ഒരുപാട് വാക്കുകൾ പഠിച്ചു. എന്തായാലും ഒരു 30-40 വാക്കുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ അറിഞ്ഞോ അത് പഠിച്ചത്? ഇല്ല, അറിയാതെ പഠിച്ചു അല്ലേ? നിങ്ങൾ അറിഞ്ഞത് എത്ര വാക്ക് പഠിച്ചു എന്നാണ്? 10 വാക്ക്. പക്ഷേ ശരിക്കും 10 വാക്കാണോ പഠിച്ചത്? അല്ല, അതിൽ കൂടുതൽ ഒരുപാട് 40ന് മുകളിൽ വാക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. റൺ, ജംപ്, ഈറ്റ്, ബ്രഷ്, റീഡ്, ഡ്രിങ്ക്, വാഷ്, പ്ലേ, സിറ്റ്, വാക്ക്. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ? ടീച്ചർ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആയിരിക്കും എന്ന് കരുതുന്നു. ഒക്കെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, ബൈ.